അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഹേയ്, എന്ത് കുഴപ്പം? അല്ല, നിന്റെ പഴയ ശത്രുക്കളൊന്നും അവിടെ ഉണ്ടാവില്ലല്ലോ അല്ലേ? നീ ഇവിടെ അടി ഉണ്ടാക്കാനൊക്കെ പോയിട്ടുള്ളൂ അല്ലേ? ഞാൻ പോയിട്ടൊന്നുമില്ല. നീ പോയില്ലെങ്കിൽ നിന്റെ ഫ്രണ്ട്സ് പോയിട്ടുണ്ടല്ലോ. അല്ല, ഷാനുവും മറ്റും. ആ എടാ, പിന്നെ വാ. അല്ലടാ, ഡ്യൂപ്ലിക്കേറ്റ് ഷാനുവിനെ പറ്റി പിന്നെ വല്ല വിവരമുണ്ടോ? അല്ല, അവന്റെ ഭാഗത്തുനിന്ന് പിന്നെ വല്ല ശല്യം ഉണ്ടോ എന്ന് അറിയാനാ. ഇല്ലളിയ, അവനെവിടെയാന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഈ ഷാനുവിന്റെ മരണം ശരിക്കും ഒരു കൊലപാതകമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, എനിക്കൊന്നും അറിയില്ല. അവനല്ല ശത്രുക്കളുള്ളതായി നിനക്കറിയോ? ശത്രുക്കളോ? എനിക്കറിയില്ല. മിത്രങ്ങളോ? ക്യാമ്പസ് മുഴുവൻ അവന്റെ മിത്രങ്ങളായിരുന്നു. അവൻ ഡ്രഗ്സ് യൂസ് ചെയ്തിരുന്നെന്നും അതിന്റെ ഏജന്റ് ആയിരുന്നെന്നും നിനക്കറിയോ? അല്ല, നീയൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു ഇമേജ് അവൻ ഒരിക്കലും അവിടെ ഉണ്ടായിരുന്നില്ല. അവന്റെ ഫ്രണ്ട് സബാന, അവനൊരു ഓള കമ്മിറ്റിയാ, ഒരുപാട് പണമുണ്ട്. പക്ഷേ അങ്ങനെ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്ത് ഞങ്ങൾ ആരും അവനെ കണ്ടിട്ടില്ല. എന്താളിയപ്പോ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതേ ഉള്ളൂ. എടാ, പിന്നെ നീ കൊത്തു പൊറോട്ട എന്ന് പറഞ്ഞ സാധനം കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്താളിയാ? എന്നടാ, എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു അബദ്ധം പറ്റി. എന്നാ? കൊല്ലത്തിന് പോകുന്ന വഴിക്ക് കൂടെയുള്ളവർ നിർബന്ധിച്ചപ്പോ ഞാൻ ഒരു പ്ലേറ്റ് വാങ്ങി കഴിച്ചു. അപ്പൊ ഒന്നല്ലേ വയറ് കല്ലിച്ചിരിക്കുക, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഈ പ്രായത്തിൽ വേണ്ടാത്ത പണിക്കൊക്കെ പോയി എങ്ങനെ ഇരിക്കും? ഒന്ന് പോടാ അവിടുന്ന്. ചേട്ടത്തിയേ, ഇത് ഭയങ്കര ക്രോസിംഗ് ആയി പോയല്ലോ. നമ്മൾ അന്നും കണ്ടത് ഏതാണ്ട് ഇവിടെ വെച്ച് തന്നെ ആയിരുന്നു. അത് മനപ്പൊരുത്തം കൊണ്ടാ സാറേ. സാറിനെ അന്ന് കണ്ടുമുട്ടിയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. നമ്മൾ സംസാരിക്കുന്നത് ആമിമോക്ക് വലിയ ടെൻഷനാ. അല്ല, ഇനി അവളുടെ കുറ്റം വല്ലതാണോ നമ്മൾ പറയുന്നുള്ള പേടിയാവും. അല്ല, ഇനി എന്നെ എങ്ങനെ സംശയിക്കും? അല്ല, ഈ പർച്ചേസിംഗിന്റെ മുഴുവൻ ചുമതല ക്ലാരമ എടുത്ത് തട്ടിയെടുത്തൊന്നും അല്ല സാറേ, ഗോമതിയുടെ കാല് പിടിച്ച് നേടിയെടുത്തതാ. എനിക്ക് ശരീരം അനങ്ങാതിരുന്ന ആകെ കൂടി എനക്കേടാ. പണ്ടൊക്കെ ദിവസം എത്ര കിലോമീറ്റർ നടന്നുകൊണ്ടിരുന്നാണെന്നോ. ഇപ്പൊ ആകെ ഈ ചന്തയപ്പോക്കും പള്ളിപ്പോക്കും മാത്രമല്ലേ ഉള്ളൂ. അല്ല, ചേട്ടത്തി എത്ര കാലമായിട്ട് ഈ ലൂസിന്റെ കൂടെ ഉണ്ടായിരുന്നു? ഒരു 10 വർഷത്തോളായി സാറേ. അപ്പൊ ഈ സെബാനയൊക്കെ കുഞ്ഞുനാളിലെ ചേട്ടത്തിക്ക് അറിയാല്ലേ? അങ്ങനെ ഒരുപാട് അടുപ്പമൊന്നുമില്ല സാറേ. ആ കുഞ്ഞ് പഠിച്ചത് ബോർഡിങ്ങിലൊക്കെ നിന്നാ. പിന്നെ അവധിക്കാൻ നാട്ടിൽ വരുന്നത്. അതും കുറെ കൂട്ടുകാരുണ്ടാവും കൂടെ. ഈ സെബാന്റെ അപ്പന്റെ അമ്മയുടെ സ്വത്ത ഈ ലോയിസ് മുതലാളി വെച്ച് അനുഭവിക്കുന്നത് അല്ലേ? അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല സാറേ. അല്ല, ഈ ഓനസ് എന്ന് പറയുന്ന ആളെങ്ങനെ? സാധുവാ സാറേ, ഒരുപാട് പ്രാരാബ്ദങ്ങളുള്ള മനുഷ്യനാ. പിന്നെ ജീവിക്കണ്ടായോ, അതുകൊണ്ട് മുതലാളിയെ വെറുപ്പിക്കാതെ കൂടെ നിൽക്കുക. ഓഹോ, അയാളപ്പോ ചേട്ടത്തി വിളിക്കാറുണ്ടോ? ഇല്ല സാറേ. എന്താ? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചതാ. വാ കടക്ക. ചേട്ടത്തി മാർക്കറ്റിൽ പോയിട്ട് മീൻ വല്ലതും കിട്ടിയായിരുന്നോ? കിട്ടി സാറേ, നല്ല പച്ച അയല ഉണ്ടായിരുന്നു. 2 കിലോ വാങ്ങിട്ടോ. എന്നാ പിന്നെ കുറച്ചെടുത്ത് വർക്ക്. നല്ല അയല ഫ്രൈ കഴിച്ച കാലം മറന്നു. ചേച്ചി വാതിലത്തിന് നിൽപ്പുണ്ട്. ഇന്ന് നമ്മുടെ കാര്യം പോക്കാം. എന്തോന്നാലും പിടിച്ചിരിക്കണം കേട്ടോടോ. ഒരേ ഒരു അളിയ. ഐ വിൽ ട്രൈ മൈ മാക്സിമം അളിയ. ഇതെന്താ നിങ്ങൾ ഇന്ന് വൈകിയത്? ഇവരുടെ കൂടെ ഇന്ന് പള്ളിയിലും ചന്തയിലൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? പിന്നെ പോയി. SP നേരിട്ട് ചെന്നോണ്ട് ലാഭത്തിൽ നല്ല പച്ച അയല കിട്ടിയിട്ടുണ്ട്. ഉച്ചക്ക് ഫ്രൈ ചെയ്യുമ്പോഴേ ചോറിന്റെ കൂടെ നമുക്ക് ഞം ഞം കഴിക്കാം. എനിക്കൊന്നും വേണ്ട. അല്ലേലും മനുഷ്യർ കഴിക്കുന്നൊന്നും നീ കഴിക്കില്ലല്ലോ. ലച്ചു എഴുന്നിട്ടില്ലേ? ചെന്ന് നോക്ക്. എന്തിനാ സാറേ ആ പാവത്തിന് എപ്പോഴും ഇങ്ങനെ ഇളക്കുന്നേ? പാവാ, അത് ചേട്ടത്തിക്ക് അവളുടെ തനി സ്വഭാവം അറിയാത്തോണ്ടാ. അല്ലടാ. എടാ, നീ പോയി കുളിച്ച് വേഗം റെഡിയായി പോ നോക്ക്. അല്ലെങ്കിൽ പിന്നെ അത് എന്റെ മണ്ടയ്ക്ക് വരും. അളിയൻ ഓടാൻ വിളിച്ചോണ്ട് പോയതാണ്ടോ വൈകിയെന്ന് മുത്തശ്ശി പറഞ്ഞുണ്ടാക്കും. നീ വേഗം ചെല്ല്. ശരി.
ഏ? ആഹാ രാവിലെ തന്നെ കുത്തു കിട്ടിയോ? എന്തെന്ന്? അല്ല രാവിലെ തന്നെ എന്റെ മോന്തയ്ക്ക് കടന്നൽ കുത്തിയോന്ന്. എന്തിനാണ് ഇങ്ങനെ വീർപ്പിച്ചിട്ട് നിൽക്കുന്നേ? അതെ, എന്താ മനുഷ്യ നിങ്ങൾ നന്നാവത്തെ? ഇതിലും കൂടുതൽ ഇനി എന്തോ നന്നാവനെ? ഇനി ഈ തടി വെച്ചാലേ ഡിപ്പാർട്ട്മെന്റ് തന്നെ സസ്പെൻഡ് ചെയ്യും. ചിട്ടയായ ഭക്ഷണം, ചിട്ടയായ വ്യായാമം, അതൊക്കെയല്ലേ ഒരു നല്ല പോലീസ് ഓഫീസർക്ക് വേണ്ടത്. എടി പണ്ടത്തെ പോലെ ഈ കുടവരം തള്ളിപ്പിടിച്ച് പ്രസവാലസ്യം കൊണ്ട് തൂങ്ങിപ്പിടിച്ചിരിക്കുന്ന പോലീസുകാരെ നീ ഇപ്പൊ വഴിയിൽ എവിടെയെങ്കിലും കാണാറുണ്ടോ? എടി ഏതേ എല്ലാരും എന്നെ പോലെ ഇങ്ങനെ സ്മാർട്ടായി. നിങ്ങൾ സ്മാർട്ടല്ല, ഓവർ സ്മാർട്ട്. നാണുണ്ട് മനുഷ്യ നിങ്ങൾക്ക്? എങ്ങാണ്ട് കിടന്ന ആ ചട്ടക്കാരി പെണ്ണുമ്പിള്ളയുടെ കൂടെ ചന്തയൊക്കെ നിരങ്ങി നടക്കാൻ. അതും എന്റെ ആങ്ങളെ വിളിച്ചോണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഒരു പോലീസ് ഓഫീസർ അല്ലേ? ആ മനുതെങ്കിലും കാണിക്കണ്ടേ? എന്നിട്ട് പച്ച അയല കിട്ടിയ പോലും. നാണക്കേട്. എടി എന്റെ പൊന്നു ഭാര്യ, ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ? എടി ഞാൻ അങ്ങനെ പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? എടി ഒന്നുമില്ലെങ്കിലും ഞാൻ ചെമ്പകശ്ശേരിയിലെ ആത്മജയുടെ ഭർത്താവല്ലേ? ആ അന്ത സാപിച്ചാത്ത ഞാൻ കളഞ്ഞു കുളിക്കോ? നീ ആ ടർക്കി എടുത്തുണ്ടോ? ഞാനൊന്ന് കുളിക്കട്ടെ. എന്താടി? സോറി. ഓ വരവ് വെച്ചു. ഇനി നിനക്ക് എന്താ വേണ്ടേ? എടി ആ യൂണിഫോം അയൺ ചെയ്ത് വെക്കണേ. ഓ എടുത്തു വെക്കാമേ. ആരും കണ്ടില്ലല്ലോ. കാലത്തൊന്നും പറയാതെ ഗോമതി ഇത് എങ്ങോട്ട് പോയതാ? ദേ പറഞ്ഞിട്ട് പോവാനേ, ഇയാൾ എന്റെ അമ്മാവന്റെ മോളൊന്നും അല്ലല്ലോ. കാലത്ത് ഗോമതി ഭയങ്കര ചൂടിലാണല്ലോ. എന്നാ പറ്റി? പോയ വഴിക്ക് വല്ല കാളയും കുത്താൻ വന്നോ? ദേ പെണ്ണുപിള്ളെ വർത്താനം പറയുമ്പോ സൂക്ഷിച്ചു പറയണം. അതുകൊണ്ട് നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണം എനിക്ക് ഇപ്പൊ ചന്തയിൽ പോണ്ടി വന്നത്. ഞാൻ എന്നാ ചെയ്തെന്നാ? ഞാനെന്നാ ചെയ്തെന്നാ? കഴിഞ്ഞ ദിവസം നിങ്ങൾ പർച്ചേസിംഗിന് പോയിട്ട് എന്തുവാ മേടിച്ചോണ്ട് വന്നേ? വാടിക്കരിഞ്ഞ കുറെ വെണ്ടയ്ക്കായും ജാമ്പോന്റെ കാലത്തെ മുരിങ്ങയ്ക്കായും. ഇതുകൊണ്ട് ഈ വീട്ടിൽ എല്ലാവർക്കും വെച്ചു വിളമ്പാൻ പറ്റുമോ? ദേണ്ടേ, നിങ്ങൾക്ക് പള്ളി പോണെങ്കിൽ അങ്ങ് പോയാൽ മതി. അതിന് പച്ചക്കറി വാങ്ങാനുള്ള കാരണം ഉണ്ടാക്കണ്ട. എന്നിട്ട് ഗോമതി പോയിട്ടെല്ലാം കിട്ടിയോ? കിട്ടാതെ പിന്നെ? അതെ, വലിയ പാചക റാണി എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. മിനിമം പച്ചക്കറി നോക്കിയെടുക്കാനുള്ള വിവരമെങ്കിലും വേണം. ഒരു കാര്യം ചെയ്യും, ഇനി മുതൽ സാധനം വാങ്ങാൻ പോകുന്ന ജോലി ഗോമതി ഏറ്റെടുത്തു. പാചകം ഞാൻ ചെയ്തോളാം. അയ്യടി മനമേ, തീപ്പെട്ടി കൊള്ളി. ഇയാളുടെ പൂതി അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. ദേ എന്നെ അടുക്കളയിൽ നിന്ന് ഔട്ടാക്കാനുള്ള തന്ത്രമല്ലേ? ദേ അങ്ങനെ ഇയാൾ സൂക്ഷിക്കണ്ട. ഇപ്പം സാധനം മേടിക്കുന്നതും ഞാൻ, പാചകം ചെയ്യുന്നതും ഞാൻ. ശരി, സമ്മതിച്ചു. അപ്പൊ പിന്നെ പണിയൊന്നും ചെയ്യാതെ എനിക്ക് സുഖമായിട്ട് എവിടെങ്കിലും ഇരിക്കാലോ. അങ്ങനെ ഇപ്പൊ ഇയാള് സൂക്ഷിക്കണ്ട. തുണി കഴുകുന്നതും പാത്രം കഴുകുന്നതും വീടടിച്ചു വരുന്നതും പിന്നെ ആരാ? അതിന് ഞാൻ വേറെ വേലക്കാരിയെ കൊണ്ട് നിർത്തണോ?